നമസ്കാരം, വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം. കട്ടപ്പനയിലെ ഋത്തിക് റോഷന് ശേഷം നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മേരാ നാം ഷാജി. 3 ഷാജിമാരുടെ കഥ പറഞ്ഞാണ് ഇത്തവണ നാദിർ ഷാ എത്തുന്നത്. ആസിഫ് അലി, ബിജു മേനോൻ, ബൈജു തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. എന്തായാലും സിനിമയുടെ ഒരു കിടിലൻ ടീസറാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറങ്ങിയത്. നമുക്ക് ആ ഒരു ടീസറിലേക്ക് വരികയാണെങ്കിൽ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും മേരാ നാം ഷാജി എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ടീസറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. ചിത്രത്തിൽ 3 ഷാജിമാരായിട്ട് 3 പേരുമുണ്ട്. ഒരു കോഴിക്കോട്ടെ ഷാജിയായി ബിജു മേനോനും, തിരുവനന്തപുരത്തെ ഷാജിയായി ബൈജുവും, അതുപോലെ തന്നെ കൊച്ചിയിലെ ഷാജിയായി ആസിഫ് അലിയും എത്തുന്നുണ്ട്. എന്തായാലും ടീസറിലേക്ക് വരികയാണെങ്കിൽ രസകരമായൊരു ടീസർ തന്നെയാണ്. ബൈജു ആണ് ആ ടീസറിലേക്ക് കൂടെ എല്ലാവരുടെയും പേര് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേര് ഷാജി എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളി എന്നുള്ള രീതിയിലേക്കാണ് ഒരു സാധനം പോകുന്നത്. പിന്നീടാണ് ഒരു ഡയലോഗ് വരുന്നത്. കാരണം ഷാജി എന്ന പേരിന് മതമില്ല, ജാതിയില്ല. അന്നേരമാണ് ഞാനും ചിന്തിച്ച് ശരിയാണല്ലോ, എല്ലാ മതങ്ങളിലും ഉള്ളൊരു പേരാണ് ഷാജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബൈജുവിൻ്റെ ഒരു ഡയലോഗും ഭയങ്കര രസകരമായിട്ട് തോന്നി. ചിലർക്ക് പേരിടും ബിജു, ബൈജു, ആസിഫ്, എന്ത് പേരാണിത്? കാരണം ഈ 3 താരങ്ങളും അവിടെയുണ്ട്. ബിജു മേനോനുണ്ട്, ബൈജു ബൈജുവായിട്ട് തന്നെ ഉണ്ട്, ആസിഫ് അലി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ 3 പേരും അതേപോലെ പറഞ്ഞിട്ട് ഷാജി എന്നുള്ള പേരാണ് നല്ലത് എന്ന് പറയുന്ന ആ ഒരു ടീസർ എന്തായാലും വളരെ രസകരമായിട്ട് തന്നെ തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം നാദിർ ഷായുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള വക ആ ഒരു സിനിമയിലുണ്ടാകും. നമ്മൾ അമർ അക്ബർ അന്തോണി എന്ന നാദിർ ഷായുടെ ആദ്യ സിനിമ ആയിക്കോട്ടെ, രണ്ടാമത്തെ ഋത്തിക് റോഷൻ ആയിക്കോട്ടെ, ഈ 2 സിനിമകളിലും നമ്മൾ ഒരുപാട് ചിരിക്കാനുള്ള കോമഡി സീനുകൾ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പുതുമയുള്ള കോമഡികൾ കണ്ട സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ബിജു മേനോനും ബൈജുവും കൂടെയുള്ളൊരു കോംബോ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പ്രകാശിന് ശേഷം നിഖില വിമൽ നായിക വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണിത്. നടൻ ശ്രീനിവാസനും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. ദിലീപ് പൊന്നൻ തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബി രാകേഷാണ്. ഏപ്രിൽ ആദ്യവാരമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും വിഷു റിലീസിന് മുമ്പായിട്ട് തന്നെ മേരാ നാം ഷാജി തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. വിഷുവിന് വമ്പൻ റിലീസുകളായിട്ട് ബാക്കിയുള്ള സിനിമകളുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മേരാ നാം ഷാജി തീർത്തും ഒരു കോമഡി ട്രാക്കിലുള്ള സിനിമ വിജയമാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നേരത്തെ ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ടീമുകളുടെ തിരക്കഥയിലാണ് നാദിർ ഷാ തൻ്റെ 2 സിനിമകളും സംവിധാനം ചെയ്തത്. ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറി അദ്ദേഹം പുതിയൊരു കൂട്ടുകെട്ടിലാണ് ഈ ഒരു സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മേരാ നാം ഷാജിക്കായി കാത്തിരിക്കാം. ടീസർ കണ്ടിട്ടില്ലാത്തവർ ടീസർ കാണുക. നല്ല രസകരമായ ഒരു ടീസർ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.